അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവ് സിഹിയോന്റെ അടിമത്തം നീക്കിയപ്പോൾ ഞങ്ങൾ ആനന്ദഭരിതരായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് സിഹിയോന്റെ അടിമത്തം നീക്കിയപ്പോൾ ഞങ്ങൾ ആനന്ദഭരിതരായി. അപ്പോൾ ഞങ്ങളുടെ അധരങ്ങളിൽ ചിരിയും നാവുകളിൽ സ്തുതിഗീതങ്ങളും നിറഞ്ഞു. കർത്താവ് തങ്ങൾക്ക് വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് ജനതകൾക്കിടയിൽ സംസാരമുണ്ടായി. കർത്താവിൽ ഞങ്ങൾ ആനന്ദിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ദക്ഷിണദേശത്തെ ജലപ്രവാഹം പോലെ കർത്താവ് ഞങ്ങളുടെ അടിമത്തം നീക്കിക്കളഞ്ഞു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യുന്നു. വിത്ത് ചുമക്കുന്നവൻ ദുഃഖത്തോടെ നടക്കുന്നു. കറ്റ ചുമക്കുന്നവൻ സന്തോഷത്തോടെ വരുന്നു. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ ഉറക്കം മുഴുവൻ നിഷ്ഫലമാകുന്നു. അതിരാവിലെ ഉണരുന്നതും താമസിച്ച് ഉറങ്ങുന്നതും ആഹാരത്തിനായി അധ്വാനിക്കുന്നതും വ്യർത്ഥമാകുന്നു. കർത്താവ് തന്റെ പ്രിയപ്പെട്ടവർക്ക് നിദ്ര നൽകുന്നു. മക്കൾ കർത്താവിന്റെ അവകാശമാകുന്നു. ഉദരഫലങ്ങൾ അവിടുത്തെ സമ്മാനവും. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കൈകളിലെ അസ്ത്രങ്ങൾ പോലെയാകുന്നു. അവരെ കൊണ്ട് അവനാഴി നിറയ്ക്കുന്നവർ ഭാഗ്യമുള്ളവരാകുന്നു. നഗര കവാടത്തിങ്കൽ വെച്ച് ശത്രുക്കളോട് പൊരുതുമ്പോൾ അവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല. കർത്താവിനെ ആദരിക്കുകയും അവിടുത്തെ വഴിയിലൂടെ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. മനുഷ്യ, നിന്റെ അധ്വാനഫലം നീ ഭക്ഷിക്കുമ്പോൾ നീ ഭാഗ്യവാൻ. നിനക്ക് നന്മ ഭവിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരിവള്ളി പോലെയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും.
കർത്താവിനെ ആദരിക്കുന്ന മനുഷ്യൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. ജീവിതകാലം മുഴുവൻ ഓസ്ലേമിന്റെ നന്മ നീ കാണട്ടെ. മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് ഇടവരട്ടെ. ഇസ്രായേലിന് സമാധാനമുണ്ടാകട്ടെ. ഇസ്രായേൽ ഇപ്രകാരം പറയട്ടെ, എന്റെ ചെറുപ്പം മുതൽ ശത്രുക്കൾ വർദ്ധിച്ചു വന്നു. ബാല്യം മുതൽ എന്നെ ഉപദ്രവിക്കുന്നവർ വർദ്ധിച്ചു വന്നു. എങ്കിലും എന്റെ ശക്തി ഉല്ലംഘിക്കാൻ കർത്താവ് നീതി. സിഹിയോനെ ഇവർ കാറ്റൂതുമ്പോൾ അത് വേരറ്റ് വാടിപ്പോകുന്നു. കൊയ്യുന്നവന്റെ കൈ നിറയുന്നില്ല, കറ്റുകെട്ടുന്നവന്റെ മടിയും നിറയുന്നില്ല. കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങയെ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. പാപങ്ങളെല്ലാം അങ്ങോർത്തിരുന്നാൽ കർത്താവേ ആർക്കു രക്ഷയുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ പാപമോചനം അങ്ങയുടെ പക്കൽ നിന്നാണല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവിടുത്തെ വാഗ്ദാനത്തിലാകുന്നു. പ്രഭാതം മുതൽ പ്രഭാതം വരെ കർത്താവിനെ ഞാൻ കാത്തിരിക്കുന്നു. ഇസ്രായേൽ അവിടുത്തെ കാത്തിരിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവിടുത്തെ പക്കലാകുന്നു. അവിടുന്ന് ഇസ്രായേലിനെ അതിലെ പാപങ്ങളിൽ നിന്നെല്ലാം രക്ഷിക്കും. കർത്താവേ, എന്റെ ഹൃദയം അഹങ്കരിച്ചില്ല, കണ്ണുകളിൽ അഹന്ത നിഴലിച്ചില്ല. എന്റെ കഴിവിൽ കവിഞ്ഞ കാര്യങ്ങളിൽ ഞാൻ വ്യാപരിച്ചില്ല. അമ്മയുടെ മടിയിലിരിക്കുന്ന കുഞ്ഞിനെ പോലെ ഞാൻ എന്നെ തന്നെ വിനീതനാക്കി. ഇസ്രായേൽ ഇന്നും എന്നേക്കും കർത്താവിനെ കാത്തിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. അങ്ങയുടെ കരുണ എന്നിൽ ചൊരിയണമേ. കരുണാമയനാം കർത്താവേ, നിൻ കാരുണ്യത്തിൻ പുതുമഴയാലേ അനുതാപത്താൽ എന്നുടെ ഉള്ളം പൂരിതമാക്കാൻ കനിവാകേണം. എളിമ നിറച്ചെന്നാത്മാവിൽ നീ ജീവൻ ഉറവയൊഴുക്കിടേണം. അനുതാപത്തിന് യോജിച്ച് ഫലം പുറപ്പെടുത്തുവിൻ. തിന്മകളഖിലം വർജിച്ചിടാൻ നന്മയിലെന്നും മുന്നേറിയിടാൻ ദാഹിച്ചണയുമെനിക്കു നിതാന്തം തുണയേകാൻ നീ കനിവാകേണം. അനുതാപത്തിൻ സൽഫലമേകാൻ യോഗ്യത സദയം നൽകിയിടേണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സർവാധിപനാം കർത്താവേ, നീ ധരയെ വിധിക്കാൻ അണയും നേരം നീതിയെഴും നിൻ വിധി കേൾക്കാനായി തിരുമുൻപിൽ ഞാൻ നിലകൊള്ളുമ്പോൾ തിന്മകളാൽ ഞാൻ പങ്കിലരെങ്കിൽ എന്നെ എതിർത്തവ നിലകൊണ്ടിടും. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയ
വളരട്ടെ, സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ, ഒരുമയോടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ, ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയഴും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ, അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ, സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ, എത്ര നാൾ അങ്ങ് വിസ്മരിക്കും, എത്ര നാൾ എന്നിൽ നിന്ന് മുഖം തിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എത്ര നാൾ അങ്ങ് എന്നെ വിസ്മരിക്കും, എത്ര നാൾ എന്നിൽ നിന്ന് മുഖം തിരിക്കും. എത്ര നാൾ അങ്ങ് എനിക്ക് ദുഃഖവും ഹൃദയത്തിൽ ഞെരുക്കവും തരും. എത്ര നാൾ ശത്രു എനിക്കെതിരെ ഉയർന്നു നിൽക്കും. ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ. മരണനിദ്ര പ്രാപിക്കാതിരിക്കാൻ എന്റെ മിഴികളെ പ്രകാശിപ്പിക്കണമേ. ഞാനവരെ തോൽപ്പിച്ചുവെന്ന് എന്റെ ശത്രു പറയാതിരിക്കട്ടെ. ഞാൻ പരിഭ്രാന്തനാകുന്നത് കണ്ട് എന്റെ മർദ്ദകർ സന്തോഷിക്കാതിരിക്കട്ടെ. ഞാനും അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ചു അങ്ങയുടെ രക്ഷയിൽ എന്റെ ഹൃദയം ആനന്ദിക്കും. എന്നെ രക്ഷിച്ച കർത്താവിനെ ഞാൻ സ്തുതിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷകനേ, നിൻ ദാസരണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ നീ. ദുഷ്ടനൊരുക്കും പാപക്കെണികൾ നീക്കാൻ തുണ നീ നൽകിയിടണമേ. ദുർബലരാകും ഞങ്ങൾക്കെന്നും ദൈവികമാമ്പലമേകിയിടണമേ. അഗതിക്കഭയം കർത്താവേ, നീ പ്രത്യാശയ്ക്കും ഉറവിടമല്ലോ. അനവരതം സ്തുതി പാടി നമിക്കാൻ കനിവിൻ നാഥാ കൃപയേകണമേ. ദാസരണയ്ക്കും സജ്ജീതികളിൽ നിന്നുടെ പ്രീതി ചൊരിഞ്ഞിടണമേ. നിന്നുടെ ആഗമസുദിനത്തിൽ നീ വരവേൽപ്പിനായി യോഗ്യതയേകൂ. താതനും അതുപോൽ സുതനും പാവനറോഹായ്ക്കും സ്തുതി എന്നും ആമേൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. നീ ശരിയായ വിശ്വാസ സംഹിത അനുസരിച്ചുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക. പ്രായം ചെന്ന പുരുഷന്മാർ മിതത്വം പാലിക്കുന്നവരും ഗൗരവബുദ്ധികളും വിവേകികളും
വിശ്വാസത്തിലും സ്നേഹത്തിലും സഹനത്തിലും ദൃഢതയുള്ളവരും ആയിരിക്കാൻ നീ ഉപദേശിക്കുക. പ്രായം ചെന്ന സ്ത്രീകൾ ആദരപൂർവ്വം പെരുമാറുകയും പരദൂഷണം ഒഴിവാക്കുകയും മദ്യപാനത്തിന് അടിമകളാകാതിരിക്കുകയും ചെയ്യാൻ അവരെ ഉപദേശിക്കുക. അവർ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കട്ടെ. ഭർത്താക്കന്മാരെയും കുട്ടികളെയും സ്നേഹിക്കാനും വിവേകവും ചാരിത്രശുദ്ധിയും കുടുംബജോലികളിൽ താൽപ്പര്യവും ദയാശീലവും ഭർത്താക്കന്മാരോട് വിധേയത്വവും ഉള്ളവരാകാനും യുവതികളെ അവർ പരിശീലിപ്പിക്കട്ടെ. അങ്ങനെ ദൈവവചനത്തെ അപകീർത്തിയിൽ നിന്ന് ഒഴിവാക്കാൻ അവർക്ക് കഴിയും. ഇപ്രകാരം തന്നെ ആത്മനിയന്ത്രണം പാലിക്കാൻ യുവാക്കന്മാരെ ഉദ്ബോധിപ്പിക്കുക. നീ എല്ലാവിധത്തിലും സത്പ്രവൃത്തികൾക്ക് മാതൃകയായിരിക്കുക. നിന്റെ പ്രബോധനങ്ങളിൽ സത്യസന്ധതയും ഗൗരവബോധവും ആരും കുറ്റം പറയാത്ത വിധം നിർദോഷമായ സംസാര രീതിയും പ്രകടമാക്കുക. അങ്ങനെയായാൽ എതിരാളികൾ നമ്മെപ്പറ്റി ഒരു കുറ്റവും പറയാൻ അവസരമില്ലാത്തതിനാൽ ലജ്ജിക്കും. അടിമകളോട് യജമാനന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കാനും എല്ലാ കാര്യങ്ങളിലും അവരെ പ്രീതിപ്പെടുത്താനും നിർദ്ദേശിക്കുക. അവർ എതിർത്ത് സംസാരിക്കരുത്, ഒന്നും അപഹരിക്കുകയും അരുത്. എല്ലാ കാര്യങ്ങളിലും നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ പ്രബോധനങ്ങൾക്ക് ഭൂഷണമായിരിക്കത്തക്ക വിധം പൂർണ്ണവും ആത്മാർത്ഥവുമായ വിശ്വസ്തത പുലർത്തണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഏക സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും നല്ലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും